കളക്ടർ എത്തിയോ സാറേ? ഇല്ല, എത്തിയിട്ടില്ല. പേടിക്കണ്ട. ഒരു കണക്കിന് ഇങ്ങ് എത്തിപ്പെട്ടു. ആദ്യത്തെ ദിവസം തന്നെ ഞാൻ നോട്ടപ്പുള്ളിയാവുന്നാ കരുതിയെ. ഇനിയിപ്പോ പഴയ കളിയൊന്നും നടക്കില്ല. ദുർവാസാവാണെന്നാ കേൾക്കുന്നത്. ഗുഡ് മോർണിംഗ് ഐഡിയം. ഗുഡ് മോർണിംഗ് മിസ്റ്റർ നമ്പ്യാർ. എന്താ പതിവില്ലാതെ ഞങ്ങളുടെ കളക്ടറേറ്റിലോട്ടൊരു സന്ദർശനം? ഞാൻ വീട്ടിൽ വിളിച്ചിരുന്നു. അപ്പം താൻ പുറപ്പെട്ടു എന്ന് പറഞ്ഞു. അല്ല, പുതിയ കലക്ടർ എങ്ങനെ കയറി ഭരിക്കാൻ വരുന്ന ടൈപ്പാണോ? ചാർജ് എടുത്തതല്ലേ ഉള്ളൂ. എന്താ സ്വഭാവം എന്ന് ആർക്കറിയാം. കളക്ടറേറ്റിലേക്ക് ഇന്ന് ആദ്യം വരാൻ പോകുന്നത്. പിന്നെ കുറച്ചു കാലം സെക്രട്ടേറിയറ്റ് ഡെപ്യൂട്ടി സെക്രട്ടറിയുടെ പോസ്റ്റില് ഗുമസ്തപ്പണി ചെയ്തതിന്റെ ദേഷ്യം പോക്കാൻ തുടങ്ങിയാൽ നമ്മുടെ കഷ്ടകാലം. നമുക്കെന്ത് കഷ്ടകാലം? ജില്ലയിൽ ആരുടെയും താഴെയൊന്നും അല്ല നമ്മൾ. ഒരു വാസ്തവം ഞാൻ പറയട്ടെ. ഈ IAS-കാർക്കും IPS-കാർക്കും അനാവശ്യമായൊരു സുപ്പീരിയാരിറ്റി ഉണ്ട്. ഒരു പരീക്ഷ പാസ്സായെന്ന് വെച്ച് സർവീസിൽ നമുക്കുള്ള എക്സ്പീരിയൻസും വിവരം ഉണ്ടാവും അവർക്ക്. പിന്നെ എന്തിനായി പൊങ്ങച്ചം? ഇതിന്റെ പേര് അസൂയ. അവരുടെ പേരിന്റെ പിന്നിലുള്ള 3 അക്ഷരങ്ങൾക്ക് അല്പം ഗമയൊക്കെ ഉണ്ട് മിസ്റ്റർ നമ്പ്യാർ. ഗുഡ് മോർണിംഗ് സാർ. ഞങ്ങൾ കാത്തിരിക്കുക. നമ്മുടെ പോലീസ് സൂപ്രണ്ട് മിസ്റ്റർ നമ്പ്യാരും ഉണ്ട്. യെസ് സാർ. കളക്ടറാ 5 മിനിറ്റിനുള്ളിൽ എത്തും. പരിചയപ്പെട്ടിട്ട് പോവാം. കലക്ടർ സ്വീകരിക്കാൻ ഒരു പോലീസ് സൂപ്രണ്ട് കാത്തിരിക്കാന്ന് വെച്ചാൽ മോശമാണ് ഹമീദ്. ഇത്തരം കോംപ്ലക്സുകൾ കളയൂ. നമ്മൾ ഒരുമിച്ച് ഒരു ടീമായിട്ട് വർക്ക് ചെയ്യേണ്ടവരല്ലേ. പ്ലീസ് വെയിറ്റ്. മോശമായി. പുറപ്പെട്ടോ സാറേ? പുറപ്പെട്ടു. റവന്യൂ മിനിസ്റ്ററുടെ ആളാന്ന് കേട്ടു. ആര് പറഞ്ഞു? ഇവിടെ ചിലർ പറഞ്ഞു കേട്ടതാ. നിങ്ങൾ അങ്ങനെ ആക്കാതിരുന്നാ മതി. വെൽക്കം. ഞാനൊരു അല്പം ലേറ്റ് ആയിപ്പോയി. കാത്തു നിന്നതിൽ നന്ദിയുണ്ട്. ഓരോരുത്തരായിട്ട് ഞാൻ സാവകാശം വന്ന് പരിചയപ്പെട്ടോളാം. ചെങ്കോലും കിരീടവും ഏൽപ്പിച്ചെങ്കിലും സ്ഥാനാരോഹണം നടക്കുന്ന ഇപ്പോഴാ. ഈ സമയത്തിലും കാലത്തിലും ഒക്കെ വിശ്വാസമുണ്ടോ? രാഹുകാലത്തിലും മറ്റൊക്കെ അല്ലേ? ഇല്ല. യെസ്. ഗുഡ് മോർണിംഗ്. മോർണിംഗ്. ഐ ആം നമ്പ്യാർ. പ്ലീസ് ടു മീറ്റ് യു. സിറ്റ് ഡൗൺ. താങ്ക് യു. ഇവിടെ വരെ വരാനും എന്നെ കാണാനും സന്മനസ് കാണിച്ചതിന് നന്ദിയുണ്ട്. നാട് ചെർപ്പളശ്ശേരി. ഓ, സുന്ദരികളായ സ്ത്രീകളുടെ നാട്. IAS-ന് മുമ്പ് എന്ത് ചെയ്യായിരുന്നു? വാദ്യരായിരുന്നു. ഓഹോ, എവിടെ? വിശ്വഭാരതി കോളേജ്, ഒറ്റപ്പാലം. ഒറ്റപ്പാലത്ത് അങ്ങനെ ഒരു കോളേജ് ഉണ്ടോ? ഉവ്വ്, വിശ്വഭാരതി ട്യൂട്ടോറിയൽ കോളേജ്. അപ്പൊ ഞാൻ ഇറങ്ങട്ടെ, തിരക്കുണ്ട്. തിരക്കൊഴിഞ്ഞൊരു ദിവസം വീട്ടിലേക്ക് വരാം. ഓ ഷുവർ. ബെസ്റ്റ് ഓഫ് ലക്ക്. താങ്ക് യു. സീനിയർമാൻ എന്ന നിലയിൽ ഒരു കാര്യം പറഞ്ഞാൽ തെറ്റിദ്ധരിക്കരുത്. തിരക്ക് പിടിച്ച് തീരുമാനങ്ങൾ എടുക്കാതിരിക്കുക. തീരുമാനങ്ങൾ എടുത്താൽ അത് തീരുമാനങ്ങളായിരിക്കണം. ഗോഡ് ബ്ലെസ് യു. താങ്ക് യു. നമസ്കാരം സാർ. അതെ, കളക്ടർ സ്പീക്കിംഗ്. ഓ, കേട്ടിട്ടുണ്ട്. ഞാൻ ചാർജ് എടുത്തേ ഉള്ളൂ. കാണാം. സോറി, ഇന്നല്ല. ഒരു യാത്രയുണ്ട്. നാളെ കഴിഞ്ഞ് എപ്പോ വേണമെങ്കിലും. താങ്ക് യു. വല്യേട്ടന് ജോയിൻ ചെയ്യുന്നതിന് മുൻപ് വരുമെന്ന് തന്നെയാണ് എല്ലാവരും കരുതിയിരുന്നത്. വീട്ടിൽ 3-4 ദിവസമായി ബന്ധുക്കളുടെ തിരക്കായിരുന്നു. IAS എഴുതുന്നു എന്നറിഞ്ഞപ്പോൾ കളിയാക്കി ചിരിച്ചവരും പരിഹസിച്ചവരുമെല്ലാം എന്നെയും അമ്മയും കുഞ്ഞേട്ടനെയും സ്നേഹം കൊണ്ട് വീർപ്പുമുട്ടിക്കുകയാണ്. അമ്മയ്ക്ക് വലിയ പരാതിയാണ്. വല്യേട്ടന്റെ തിരക്ക് അമ്മയ്ക്ക് അറിയില്ലല്ലോ. അതുകൊണ്ട് കത്ത് കിട്ടിയാലുടനെ ഒന്ന് വരണം. നിർത്തട്ടെ. സ്വന്തം അനീത്തി ശോഭ. NB. മറന്നുപോയ ഒരാളെ ഓർമ്മപ്പെടുത്താൻ പറഞ്ഞിട്ടുണ്ട്. സുധേച്ചി. ഒന്നിലും വിശ്വസിക്കണ്ട. ദേവിയിലും തേവരിലും ഒന്നും വേണ്ട. സ്വന്തം കഴിവിലെങ്കിലും വിശ്വസിച്ചൂടെ? ഓ, കഴിവ്
മണ്ണാങ്കട്ടയാണ്. കുറെ പുസ്തകം വായിച്ചെന്ന് വെച്ചോ, കുറെ കവിത പറഞ്ഞു എന്ന് വെച്ചോ ഒരു കാര്യമില്ല. നമ്മളെ പോലെയുള്ളവർക്ക് ബാലികറാമലയ IAS. ശേഖരമാവൻ പരിഹസിച്ച് പറഞ്ഞതാണെങ്കിലും അത് ശരിയാ. ആന കാണിക്കുന്നുണ്ട് ആട് കാണിച്ചാ അത് ശരിയാവില്ല. ഓ, ഒരു ശേഖരമാവൻ. ഇത് ഞാനാ പറയണത്. ഹരിയേട്ടന് കിട്ടും. IAS ഒക്കെ കിട്ടി വലിയ ആളാവുമ്പോ പാവങ്ങളെ മറക്കുവാവോ? വരേ സാർ. ആ ഡ്രൈവറോട് റെഡിയാവാൻ പറയും. എങ്ങോട്ടാണോ? വീട്ടിലൊന്ന് പോണം. വണ്ടി നിർത്തിക്ക്. ഇത് വന്നു. കവിത എങ്ങനെ ആയിരിക്കണം എന്നതിന് അടിസ്ഥാന പ്രമാണങ്ങളോ നിയമങ്ങളോ ഒന്നുമില്ല. അത് ജീവിതത്തിന്റെ ഉപ്പാകണം, പ്രത്യാശയുടെ വെളിച്ചമാകണം, സ്നേഹത്തിന്റെ സൗഗന്ധികങ്ങളാവണം. കാലത്തെയും ജീവിതത്തെയും അവഗണിക്കുന്ന കവിത വിത്തുകൾ മുളപ്പിക്കാത്ത തരിശുനിലം പോലെയാണ്. കാലഘട്ടങ്ങളുടെ വികാരവും ചൂടും തണുപ്പും കവിതയ്ക്കുണ്ടാവണം. പക്ഷേ അത് കാലസീമകളിലോ ദേശസീമകളിലോ പൊലിയുന്നതായിരിക്കുമരുത്. നിക്കോളാസ് ഗിയന്റെ ഒരു കവിതയുണ്ട്. വടക്കേ അമേരിക്കയിൽ നാവികന്റെ റോസാപ്പൂവിന് തെക്കേ ഇതളിൽ ചോരക്കറ, മിസിസിപ്പി ഒഴുകുന്നു, വെള്ളത്തിനടിയിൽ തുറന്നുവെച്ച ചോരക്കുഴലുമായി മിസിസിപ്പി ഒഴുകുന്നു, അതിന്റെ വിസ്തൃതമായ മാരടം ഉയർന്നു താഴുന്നു, അതിന്റെ അഗാധ ഗിത്താറിൽ നിന്നും മിസിസിപ്പി ഒഴുകുന്നു. എന്താ ഒരു കവിത പഠിപ്പിക്കണമെന്നുണ്ടോ കളക്ടർക്ക്? സുന്ദരിമാരുടെ ബാല്യവും കൗമാരവും യൗവനവും കടന്നു പോകുമ്പോ കാലം കടന്നു പോകുന്നത് ഞാൻ അറിയുന്നു. ഇതാരുടെ കവിതയാ? സ്വന്താണെന്ന് തോന്നുന്നു. കളക്ടറാണെങ്കിലും ചില്ലറ പ്രയോഗങ്ങളൊക്കെ ഇപ്പോഴും പറ്റും. നീ വലിയ പെണ്ണായി പോയി കേട്ടോ. പെണ്ണോ? ഇപ്പൊ ഞാൻ ടീച്ചറാണെന്ന് മറക്കണ്ട. സുധർമ്മ ടീച്ചർ. ഹരിനാമകീർത്തനവും ജ്ഞാനപ്പാനവും ഒക്കെ കേട്ട് പിള്ളേര് ബോറടിക്കുന്നുണ്ടാവുമല്ലോ. കളിയാക്കൊന്നും വേണ്ട. ഞാൻ നോമ്പ് നോറ്റതിനും ദീപാരാധന തൊഴുന്നതിനും ഫലം ഉണ്ടായില്ലേ? ഇപ്പൊ എനിക്ക് ഭയമാണ്. എത്തിപ്പിടിക്കാൻ കഴിയാത്ത വിധം ഉയരത്തിലാണെന്ന് തോന്നുന്നു. വരൂ, അച്ഛനുണ്ട് ഓഫീസിൽ. അച്ഛാ, ബഹുമാനപ്പെട്ട കളക്ടർ. വരിക. ആരാ ഇതൊന്നും അറിയിക്കാതെ? മാഷ കാണാൻ വരാൻ എനിക്ക് അറിയിക്കണം. അതല്ല, എങ്കിലും ഞാൻ കാത്തിരിക്കെങ്ങനെ ചെയ്തേനെ. ഇരിക്കേ, ദേശം ധൃതിയുണ്ട്. ഇരിക്കടോ. ഞങ്ങളെയൊക്കെ മറന്നോന്നാ കരുതിയെ. ഒരാഴ്ച കഴിഞ്ഞ് ഞാനും അച്ഛനും കൂടി വന്ന് മുഖം കാണിക്കണമെന്ന് പറഞ്ഞിരിക്കുകയായിരുന്നു. എന്റെ ജോലി തിരക്ക് സുതയ്ക്ക് അറിയാഞ്ഞിട്ടാ. ഇവളുടെ വിചാരം സാധാരണ സർക്കാർ ഉദ്യോഗം പോലെ IAS പ്രൊഫഷനാ. തോന്നുമ്പോ ലീവ് എടുക്കാനും ഹോളിഡേ ചവൽ ചെയ്യാനും. വീട്ടിൽ തന്നെ കാലിക്കറ്റിലേക്ക് ഓർഡേഴ്സ് ആകുന്നതിന് മുമ്പ് വന്നു പോയതാ. അതൊരു ഒഫീഷ്യൽ ടൂറിനെ അടക്കി. കത്തെഴുതുന്ന കാര്യത്തിൽ എന്നെ പോലെ തന്നെയാ താനും. മടി. വിശേഷങ്ങളൊക്കെ ശോഭ പറഞ്ഞറിയാറുണ്ട്. അവള് വല്ലതും പഠിക്കോ? മണ്ടിയ. ഹരിയുടെ ഒരു ടാലന്റും അനിയത്തിക്കില്ല. ഇപ്പൊ വലിയ പത്രാസിലാ. കളക്ടറുടെ പെങ്ങളല്ലേ. ഓ, ഞങ്ങൾക്കുണ്ട് കുറച്ച് പത്രാസ്. കോഴിക്കോട് കളക്ടർ പണ്ടിവിടുത്തെ മാഷായിരുന്നു എന്ന് പറയാലോ. വീട്ടിലേക്ക് വരണില്ല? ഇനി ഒരിക്കലാവട്ടെ. വല്ലപ്പോഴും ഒന്ന് ഓർക്കുക, ഈ പിള്ളസാറും നമ്മുടെ കോളേജും. പിന്നെ മറക്കാൻ പറ്റുമോ സർ? തുടങ്ങിയത് ഇവിടെ നിന്നാണ്. നേട്ടങ്ങളുടെ എല്ലാം പിന്നിൽ സാറും സുധയുണ്ടായിരുന്നു. മതി, ഇനി താൻ കണക്ക് പറയും. ഉപദേശമായിട്ട് കൂട്ടണ്ട. എങ്കിലും ഹരി, ബന്ധുക്കളെയോ സുഹൃത്തുക്കളെയോ ഒക്കെ വേണമെങ്കിൽ മറക്കാം. പക്ഷേ തന്നെ മറക്കരുത്. നന്നായി വരും. എന്റെ ഈശ്വര, എന്ന് തീരും എന്റെ ഈ കഷ്ടപ്പാട്. പറക്കമുറ്റാത്ത 3 എണ്ണത്തിനെ ഇക്കാലം അത്രയും തീറ്റിപ്പോറ്റി പഠിപ്പിച്ച് വലിയ വലിയ സ്ഥാനങ്ങളിലാക്കി. എന്നിട്ടും എന്റെ കഷ്ടപ്പാടിനൊരു കുറവുമില്ല. അമ്മേ, വല്യേട്ടൻ. മോനെ,
അവനെ അമ്മ ഒന്ന് കാണട്ടെ. അതിന് അമ്മ എന്തിനാ കരയണേ? എന്താണ് നീയൊന്നും വേണ്ടാത്ത? ശ്രുതിയോടെ അമ്മേ. അവന്റെ കാര്യം ഒന്നും പറയണ്ട. വീട്ടിലിരിക്കാൻ നേരം വേണ്ടേ അവന്? എന്താ ഇഷ്ടായില്ലേ നിനക്ക്? ഇഷ്ടായി. പിന്നെന്താ നിന്റെ മുഖം തെളിയാത്തെ? ഇത്രയും സാരി വേണ്ടായിരുന്നു. ചുരിദാർ സൽവാർ കമ്മീസും ഒക്കെ മതിയായിരുന്നു. നാട്ടും പുറത്താവുമ്പോ സാരിയാ നല്ലത്, അല്ലെങ്കിൽ ആളുകൾ കളിയാക്കും. പിന്നെ അപ്പൊ രാധിക ചേച്ചി ഇടുന്നതോ? അവർക്കൊക്കെ എന്തു ആകാം, അവര് പണക്കാരല്ലേ അല്ലേ? ഇപ്പോ നമ്മളും അത്ര മോശക്കാരൊന്നും അല്ലല്ലോ. ശരി, നമുക്ക് വാങ്ങിച്ചോളാം പോരെ. ആ, നീ ഇതെവിടായിരുന്നു? വെറുതെ പുറത്തേക്കൊന്ന് പോയി. കാറ് ദൂരെ നിന്ന് കണ്ടപ്പോ ഞാൻ ആദ്യം വിചാരിച്ചു ശേഖരമാവനാണെന്ന്. ചേട്ടനെപ്പോ എത്തി? കുറച്ചു നേരമായി. കുഞ്ഞേട്ടന് കോളായി. നിനക്കെന്താ കുറവ്? മേ, ഇത് കുഞ്ഞുണ്ണിയമ്മാൻ കൊടുത്തേ. ശേഖരനൊന്നും വാങ്ങിയില്ല. അവൻ എന്തെങ്കിലും വാങ്ങായിരുന്നു. എന്തിനാ? ഇല്ലാത്തവരല്ലോ. അതുകൊണ്ടല്ല, അവൻ ഇപ്പൊ പണ്ടത്തെ പോലൊന്നും അല്ല. ഇടയ്ക്കിടയ്ക്ക് വരും, കാര്യങ്ങളൊക്കെ അന്വേഷിച്ചിട്ട് പോകും. പണ്ടും നമ്മളിവിടെ ജീവിച്ചിരിപ്പുണ്ടായിരുന്നു. അപ്പൊ ഒക്കെ പുച്ഛായിരുന്നു. വില്ലേശുബായുടെ മക്കളല്ലേ. ഇപ്പൊ ഒരു സ്നേഹം. ഏട്ടൻ IAS കിട്ടിയപ്പോ സ്വന്തമായി ബന്ധമായി. എങ്കിലും ഒരു കടമ തിരിച്ചിങ്ങോട്ടും ഉണ്ടായിരുന്നില്ലേ കടമകളൊക്കെ? അവൻ പറയുന്നതിലും കാര്യമുണ്ടമ്മേ. മറക്കാൻ പറ്റാത്തത് പലതും ഉണ്ട്. മതിയമ്മേ, ഇത് എത്രാമതാന്നറിയോ? ഒരു കേടുമില്ല. ഹോട്ടലിൽ നിന്ന് തിന്ന് എന്റെ കുട്ടിയുടെ കോലം കിട്ടും. ഇപ്പൊ എനിക്കൊരു വീടുണ്ട്. അമ്മയ്ക്ക് എന്നോട് പോന്നൂടെ? ഞാൻ പോരാ. അമ്മ വരും. തൊഴുത്തില് 3-4 മക്കള് വേറെ ഉണ്ട് അമ്മയ്ക്ക്. ഇനി അതിനൊക്കെ വെക്ക്. അമ്മ ഈ വയസ്സുകാലത്ത് എന്തിനാ ബുദ്ധിമുട്ടണേ? ആഹാ, വിൽക്കേ. നല്ല കാര്യായി. ഇത്ര കാലവും ചോറ് തന്ന അവറ്റിയാ. ഏട്ടത്തി, നിങ്ങൾക്കെങ്കിലും ഒരു വാക്ക് പറഞ്ഞുകൂടായിരുന്നു? ഇതിപ്പോ കരക്കാര് പറഞ്ഞിട്ടാ ഞാൻ അറിയുന്നത്. അതിന് അവൻ വരുമെന്ന് ഒരു വിവരവും ഇല്ലായിരുന്നു. നിനക്കല്ലേ അവനെ കാണാൻ ധൃതി. ചെല്ല്. വരെ നീ കാപ്പി കുടിച്ചില്ലേ? കുടിച്ചു. നിന്റെ പഴയ ചാട്ടവും ബഹളമൊക്കെ എവിടെ പോയി? BA ജയിച്ചോ? തോറ്റു. 2 പ്രാവശ്യം എഴുതി. ഓരോ പ്രാവശ്യം മാർക്ക് കുറഞ്ഞു വരിക. പിന്നെ നിർത്തി. ഇവളെന്ത് പറഞ്ഞിട്ട് ചിരിക്കണേ? പുറത്ത് ഒരു മനുഷ്യരോട് മിണ്ടാത്ത കുട്ടിയാ. അന്യന്മാരോടല്ലോ, ഹരിയോടല്ലാതെ വേറെ ആരോടാ അവിടെ നേരം പോക്ക് പറയുക? കുട്ടിക്കാലം മുതല് ഹരിയുടെ വാലിനെ തൂക്കി നടക്കലായിരുന്നല്ലോ. അതിന് കുറെ തല്ലും കൊണ്ടിട്ടുണ്ട് ഞാൻ. പിന്നെ ഇവിടെ എന്റെ അടുത്ത് പറഞ്ഞ തന്നെ എനിക്ക് പേടിയാ. ശേഖരമാന്റെ അടിയുടെ ചൂടേ. ഇപ്പോഴും ഉണ്ടോ പേടി? പിന്നെ എല്ലാം ഓർമ്മയുണ്ട്. അതുകൊണ്ടല്ലേ ഞാനിങ്ങനെ ഒതുങ്ങി നിൽക്കുന്നേ. സംസാരിച്ച് നേരം കളയണ്ട. ഇന്ന് തന്നെ പോണെന്നുണ്ടെങ്കിൽ രാഹുകാലത്തിന് മുമ്പ് ഇറങ്ങുക. ശരി. പിന്നെ ഹരി, റവന്യൂ മിനിസ്റ്റർ നമ്മുടെ സ്വന്തം ആളാ. ഞങ്ങളുടെ പാർട്ടിക്ക് ഒരു മന്ത്രിയെ ഉള്ളെങ്കിലും അവൻ മിനിസ്ട്രിയിൽ ശക്തനാ. നിന്നെ കാലിക്കറ്റ് തന്നെ പോസ്റ്റ് ചെയ്യിപ്പിച്ചത് അവൻ ഒരാളുടെ മിടുക്ക. കാലിക്കറ്റ് തന്നെ വേണമെന്ന് എനിക്ക് നിർബന്ധമില്ലായിരുന്നു. പക്ഷെ എനിക്കുണ്ട്. കോഴിക്കോട് കേരളത്തിലെ ഏറ്റവും നല്ല ജില്ലകളിലൊന്നാണ്. സ്വന്തം ജില്ലയിൽ തരില്ല. തൊട്ടടുത്ത ജില്ലയിലെങ്കിലും കിട്ടിയില്ലെങ്കിൽ പിന്നെ അമ്പാട്ടുകാർക്ക് എന്താ ഒരു ഗമ? വേണ്ട. കഴിവരുടെ മോനെ, എന്താ നിനക്ക് പിടിച്ചില്ലേ? ഓ, ഇപ്പൊ ഏമാനല്ലേ? ക്ഷമിക്കണം. നിന്റെ തന്തയെ കഴിവറിനെ വിളിക്ക. അപ്പൊ നിന്നെ എന്ത് വിളിക്കണം? വന്നോന്നറിഞ്ഞു. കുഞ്ഞുണ്ണിയമ്മായ നിങ്ങൾക്കൊക്കെ പൂച്ചല്ലേ? പോകിരി, കള്ളൂടിയൻ. സാറുമാർക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിലോ എന്ന് വിചാരിച്ചാ വരായിരുന്നേ. ഞാൻ അന്വേഷിച്ചിരുന്നു. അമ്മയുടെ കയ്യിൽ ഒരു മുണ്ടും ഷർട്ടും കൊടുത്ത് ഏൽപ്പിച്ചിട്ടുണ്ട്. എന്തിനാ? എന്നെ അനുഗ്രഹിക്കണം. സന്തോഷായി. ഒന്നുമില്ലല്ലോ അമ്മാന്റെ. ചെമ്പിന്റെയാ. 8 പവന്റെ മോതിരം ഉണ്ടായിരുന്ന കയ്യാ. ഇപ്പോ ഇത് വിൽക്കാൻ പറ്റില്ല. ആരും എടുക്കില്ല. ഇത് വെച്ചോ. വേഗം പോയിക്കോ, നിക്കണ്ട.
പോക്ക് പറവഴക്കണ എന്താ എന്റെ മരുമോനാ കളക്ടറാ അമ്പാട്ടെ കുഞ്ഞുനീരാരുടെ മരുമോൻ. സുഹൃത്തുക്കളെ, ഞാൻ ചാർജ് എടുത്തിട്ട് വളരെ ചുരുങ്ങിയ ദിവസങ്ങളെ ആയിട്ടുള്ളൂ. എല്ലാം വിശദമായി പഠിക്കാനുള്ള സമയം എനിക്ക് തരണം. ഈ യോഗത്തിൽ ഞാൻ പങ്കെടുത്തത് തന്നെ നിങ്ങളെയൊക്കെ പരിചയപ്പെടാൻ വേണ്ടി മാത്രമാണ്. മുൻകാലങ്ങളിൽ പല വീഴ്ചകളും പറ്റിയിട്ടുണ്ടാവും. അതൊക്കെ ക്ഷമിക്കുക. വാചക കസർത്തുകൾ നമുക്ക് ഉപേക്ഷിക്കാം. എന്റെ പരിധിയിൽപ്പെടുന്ന എല്ലാ കാര്യങ്ങളിലും പരമാവധി നീതിയും ശുഷ്കാന്തിയും ഞാൻ വാഗ്ദാനം ചെയ്യുന്നു. നിങ്ങളുടെ എല്ലാവരുടെയും സഹകരണം എനിക്കും ഉണ്ടാകണം. ഇന്നത്തെ യോഗം നമുക്ക് അവസാനിപ്പിക്കാം. സാറിനൊരു ഫോൺ ഉണ്ടായിരുന്നു. റവന്യൂ മിനിസ്റ്റർ ടി വിയിൽ വെയിറ്റ് ചെയ്യുന്നു. ഞാൻ ഇറങ്ങാണ്. റവന്യൂ മിനിസ്റ്റർ എന്നെ വെയിറ്റ് ചെയ്യുന്നുണ്ട്. ബി കെയർഫുൾ. കക്ഷി ഭയങ്കര സോപ്പാ. കളക്ടറെ മിനിസ്റ്ററുടെ പാർട്ടിക്കാരനാക്കാൻ ഒരു ശ്രമം നടക്കുന്നുണ്ട്. Let us see. ഇരിക്കും. ഞാനൊരു ചായ കഴിക്കായിരുന്നു. മിസ്റ്റർ ഹരിദാസ് കഴിച്ചോ? ഇല്ല. എങ്കിൽ നമുക്ക് ഒരുമിച്ച് കഴിക്കാമായിരുന്നല്ലോ. സാറില്ല. ആ, ശേഖരൻ നായർ ഹരിയുടെ അമ്മാവനാണല്ലേ? അതെ. ഞങ്ങൾ അടുത്ത സുഹൃത്തുക്കളാണ്. ശേഖരൻ നായരുടെ ബന്ധു എന്ന നിലയിലാണ് ഹരിയെ കോഴിക്കോട് തന്നെ പോസ്റ്റ് ചെയ്തതെന്ന് അറിയാമോ? ആ, നമ്മുടെ പാർട്ടിക്ക് നമ്മുടെ പാർട്ടി എന്ന് പറയുന്നതിൽ വിരോധമുണ്ടോ? ക്ഷമിക്കണം സർ. ഒരു സിവിൽ സർവന്റ് ഒരു പാർട്ടിയുടെ ആളായിരിക്കരുത്, പ്രത്യേകിച്ച് ഒരു കളക്ടർ. ഗുഡ്, യു ആർ കറക്റ്റ്. നമ്മുടെ പാർട്ടിയുടെ വിരോധിയല്ല എന്നെങ്കിലും ഞാൻ ധരിച്ചോട്ടെ. അങ്ങയുടെ പാർട്ടിയുടെ മാത്രമല്ല, ഒരു പാർട്ടിയുടെയും വിരോധിയല്ല ഞാൻ. എനിവേ, വെറും 3 MLA-മാരുള്ള ഒരു പ്രാദേശിക കക്ഷിയാണ് ഞങ്ങൾ. വടക്കോട്ട് ഞങ്ങൾക്ക് വേരുകളും കുറവാണ്. എന്നും അങ്ങനെ ആയാൽ പോരല്ലോ. ഹരിദാസിന്റെ അമ്മാവനും ഞങ്ങളൊക്കെ കൂടി ചില പരിപാടികൾ ഇടുന്നുണ്ട്. മിസ്റ്റർ ഹരിദാസ് അമ്മാവനെ സഹായിക്കണം. എനിക്ക് മനസ്സിലായില്ല സർ. നത്തിങ് ഇല്ലീഗൽ, എ മോറൽ സപ്പോർട്ട് ടു അവർ പാർട്ടി മെൻ. മോറൽ സപ്പോർട്ട് എന്ന വാക്കിന് സാർ ഉദ്ദേശിക്കുന്ന അർത്ഥം? ആ വാക്ക് അർഹിക്കുന്ന അർത്ഥം തന്നെ, ധാർമ്മിക പിന്തുണ. സാർ, CM വിളിക്കുന്നു. അയാൾക്ക് എന്തിന്റെ കേടാ? ഞാനൊന്ന് അനങ്ങിയാൽ അയാളുടെ വിചാരം ഞാൻ അയാളുടെ സർക്കാരിന്റെ താഴെ ഇടുന്ന. അപ്പോ നമുക്കിനിയും കാണണം സർ. ആ, മിസ്റ്റർ ഹരിദാസ്, മൈ ഹാർട്ടി ബ്ലെസ്സിങ്സ് ഇൻ അഡ്വാൻസ് ഫോർ എ ബെറ്റർ ആൻഡ് ജോയ്ഫുൾ മാരിഡ് ലൈഫ്. ശേഖരൻ നായർ സൂചിപ്പിച്ചു. ഇറ്റ്സ് ഗുഡ് ഫോർ യു. ഡോക്ടർ, നമ്മുടെ ഓരോ താലൂക്ക് ഹോസ്പിറ്റലിലൂടെയും സ്ഥിതി ഇതാണ്. DMO എന്ന നിലയ്ക്ക് താങ്കളുടെ കുറെ കൂടെ മെച്ചപ്പെട്ട പ്രവർത്തനം ഞാൻ പ്രതീക്ഷിക്കുന്നു. ശ്രമിക്കാം സാർ. അതൊരു പതിവ് വാചകമാക്കരുത്. എക്സ്ക്യൂസ് മീ സാർ. യെസ്. മദ്യവെച്ച് ബഹളമുണ്ടാക്കിയ ഒരാളെ കൊണ്ടുവന്നിട്ടുണ്ട്. അതെന്തിനാ ഇങ്ങോട്ട് കൊണ്ടുവന്നത്? അയാൾ സാറിന്റെ അമ്മാവനാണെന്നാണ് പറയുന്നത്. ഓ, എന്നെ തൊപ്പി ഓടിച്ചില്ലെങ്കിൽ ഞാൻ അമ്പാട്ടെ കുഞ്ഞുണ്ണിയാരല്ല. എടാ, വിശ്വസിച്ചില്ലടാ ഈ ചെറ്റകള്. നീ എന്റെ അനന്തരാണെന്ന് പറഞ്ഞപ്പോ ഈ കൂലിപ്പൊട്ടാളെ ഇടിച്ച് ഇപ്പഴാ. വന്നോളൂ വന്നോളൂ വന്നോളൂ. രാവുണ്ണിമാര്. ഞാൻ നായര്. കുഞ്ഞുണ്ണി നായർ. അമ്പാട്ടെ കുഞ്ഞുണ്ണി നായർ. ആരാ? അമ്പാട്ട കുഞ്ഞുണ്ണിയായി. ആ, മനസ്സിലായല്ലോ. വന്നോളൂ വന്നോളൂ വന്നോളൂ. ബലത്തിൽ പിടിക്കണ്ട. ഇല്ല, ഇല്ല. പയ്യെ പിടിച്ചോ. ആയിക്കോളാം. മര്യാദക്ക് പിടിച്ചോ. കുടുംബക്കാരെ പിടിക്കുന്നു. അമ്പാട്ടുകാരെ പിടിക്കുന്ന പോലെ പിടിച്ചോ. എന്ത് ചെയ്യാനാ? വെയിറ്റ്. സോറി ഫോർ ദ ട്രബിൾ. Forget it, sir. സ്വന്തം അമ്മാവനാണോ? അതെ, അങ്ങനെ ആയിപ്പോയി.